ദക്ഷിണാമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഇന്ത്യയുടെ 3 വലുപ്പമുണ്ട്. 21 കോടി ജനസംഖ്യയും ബ്രസീലിലുണ്ട്. പണ്ട് പോർച്ചുഗീസുകാരായിരുന്നു ബ്രസീൽ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അവിടെ എല്ലാവരും പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്നു. ദക്ഷിണാമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും സ്പാനിഷ് ഭാഷയാണ് സംസാരിക്കുക. ബ്രസീലിൽ മാത്രമാണ് പോർച്ചുഗീസ് ഭാഷ ഉപയോഗിക്കുന്നത്. വളരെയധികം വനസമ്പത്തുള്ള ഒരു രാജ്യമാണ് ബ്രസീൽ. ബ്രസീലിലെ ജനങ്ങൾക്ക് വനസമ്പത്ത് സംരക്ഷിക്കുന്ന പാരമ്പര്യമില്ല. പ്രകൃതി സംരക്ഷണ ബോധം തീരെയില്ല. എങ്കിലും ധാരാളം വനസമ്പത്ത് ഇപ്പോഴും അവർക്ക് ബാക്കിയുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ. റിയോ ഡി ജനീറോ ബീച്ച് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 3 കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു ബീച്ചാണ് റിയോ ഡി ജനീറോ ബീച്ച്. വളരെ ഫോട്ടോജനിക്കാണ്. കൊല്ലാകൊല്ലങ്ങളിൽ ഇവിടെ ഒരു കാർണിവൽ നടത്താറുണ്ട്. ആ സമയത്ത് ആട്ടവും പാട്ടവുമായി ബ്രസീലിലെ ജനങ്ങൾ നല്ലപോലെ ആസ്വദിക്കും. 2014 ഒളിമ്പിക്സ് നടത്തിയത് റിയോ ഡി ജനീറോയിൽ തന്നെയാണ്. ദക്ഷിണാമേരിക്കയിൽ ആദ്യമായി ഒളിമ്പിക്സ് നടത്തിയ രാജ്യം ബ്രസീലാണ്. ബ്രസീലിന്റെ തലസ്ഥാനം പണ്ട് റിയോ ഡി ജനീറോ ആയിരുന്നു. പിന്നീട് അത് ബ്രസീലിയയിലേക്ക് മാറ്റി. ചണ്ഡീഗഡ് പോലെ വളരെ പ്ലാൻ ചെയ്ത ഒരു നഗരമാണ് ബ്രസീലിയ. രാജ്യത്തിന്റെ മധ്യത്തിലുമാണ് ഏറെക്കുറെ. ബ്രസീലിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതിന് കാരണം നല്ല കാലാവസ്ഥയായതുകൊണ്ടാണ്. ഒരിക്കലും കടുത്ത ശൈത്യം ഇവിടെ ഉണ്ടാകുകയില്ല. 20 ഡിഗ്രിയേക്കാൾ താഴോട്ട് ടെമ്പറേച്ചർ താവുകയില്ല. 30 ഡിഗ്രിയേക്കാൾ ഉയരുകയുമില്ല. 12 മാസവും നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് എപ്പോഴും അമേരിക്കക്കാരും യൂറോപ്യൻസും ബ്രസീൽ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നു. ബ്രസീലിലെ കറൻസി റിയാലാണ്. ഒരു റിയാലിന് 13 ഇന്ത്യൻ രൂപ കിട്ടും. ബ്രസീലിലെ പണക്കാരും പാവങ്ങളും തമ്മിൽ വലിയ അകൽച്ചയിലാണ്. പണക്കാരൊക്കെ താമസിക്കുന്നത് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിലാണ്. എപ്പോഴും സെക്യൂരിറ്റിയുള്ള ഉയർന്ന ചുറ്റുമതിലുള്ള ഹൗസിംഗ് കോളനികളെയാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. കാരണം ബ്രസീലിൽ കുറ്റകൃത്യങ്ങൾ വളരെ കൂടുതലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രസീൽ. റിയോ ഡി ജനീറോ നഗരത്തിൽ തന്നെ 700ഓളം ചെറി പ്രദേശങ്ങളുണ്ട്. ചെറി പ്രദേശങ്ങളിലാണ് കൂടുതൽ കുറ്റവാളികളുള്ളത്. പണക്കാർ സുഭിക്ഷമായി ജീവിക്കുകയും പാവങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയുമാണ് ബ്രസീലിൽ. അതുകൊണ്ട് പണക്കാരും പാവങ്ങളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംഘർഷമുണ്ടാവാറുണ്ട്. പക്ഷേ വെളുത്ത വംശക്കാരും കറുത്ത വംശക്കാരും തമ്മിലുള്ള സംഘർഷം ഇവിടെ ഉണ്ടാവാറില്ല. മതപരമായ സംഘർഷങ്ങളും ഉണ്ടാവാറില്ല. ക്ലാസ് കോൺഫ്ലിക്റ്റ് മാത്രമേ ബ്രസീലിൽ ഉണ്ടാകാറുള്ളൂ. ബ്രസീലുകാർക്ക് ഫുട്ബോൾ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സംസ്കാരമാണ്. ഫുട്ബോളിന്റെ പേരിൽ ഇടക്കിടക്ക് തർക്കങ്ങളും സംഘടനകളും കലാപവും ഉണ്ടാകാറുണ്ട്. ബ്രസീലിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫുട്ബോൾ ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ വമ്പിച്ച സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് ബ്രസീലിൽ പ്രത്യക്ഷപ്പെട്ടാൽ അടി കിട്ടുമെന്ന് ഉറപ്പാണ്. ബ്രസീലിന് ഏറ്റവും ശത്രുതയുള്ള രാജ്യം അർജന്റീനയാണ്. കാരണം ബ്രസീൽ കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യവും അർജന്റീന തന്നെയാണ്. സാംസ്കാരികമായി വലിയ വ്യത്യാസമുണ്ട്. അർജന്റീനക്കാർക്ക് സ്പാനിഷ് കൾച്ചറും ബ്രസീലിയൻസിന് പോർച്ചുഗീസ് കൾച്ചറുമാണ്. ബ്രസീലിയൻസിന് സോഷ്യൽ ആങ്സൈറ്റി കുറവാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കുറവാണ്. എപ്പോഴും ടെലിവിഷൻ കണ്ടിരിക്കുന്നതാണ് അവരുടെ സ്വഭാവം. 10 മാസം നീണ്ടു നിൽക്കുന്ന സീരിയലുകളൊക്കെ ഉണ്ട് ബ്രസീലിൽ. ഒരു കാര്യത്തിലും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുകയില്ല. ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടെലിവിഷൻ സീരിയലുകളെ കുറിച്ച് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച് മാത്രമായിരിക്കും. ബ്രസീലിലെ ജനങ്ങൾ വളരെ സൗഹാർദ്ദമുള്ളവരായി അറിയപ്പെടുന്നു. ഉദാരമനസ്കരും നല്ല ആതിഥേയ മര്യാദ ഉള്ളവരുമാണ്. എപ്പോഴും സംസാരിച്ചുകൊണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ടും സിഗരറ്റ് വലിച്ചുകൊണ്ടും മദ്യപിച്ചുകൊണ്ടും മാത്രമേ ബ്രസീലിലെ ജനങ്ങളെ കാണുവാൻ പറ്റുകയുള്ളൂ. ഉച്ചത്തിലുള്ള സംസാരം കൊണ്ട് എപ്പോഴും ശബ്ദമുഖരിതമായിരിക്കും ബ്രസീലിലെ റെസ്റ്റോറൻറ്റുകൾ. വളരെ ഫ്രണ്ട്ലി ആയ ആൾക്കാരാണെന്ന് ബ്രസീലിലെ ഏത് റെസ്റ്റോറൻറ്റിലും പോയാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ദക്ഷിണാമേരിക്കയിലെ ഏറ്റവും വലിയ എക്കണോമിയാണ് ബ്രസീലിൻ്റെ എക്കണോമി. ഇന്ത്യയുടെ 3 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. രാസവസ്തുക്കൾ, പാദരക്ഷകൾ, സിമന്റ്, മര ഉൽപ്പന്നങ്ങൾ, ഇരുമ്പുരുക്ക് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. മോട്ടോർ വാഹനങ്ങളും വിമാനങ്ങളും സ്വർണവും കയറ്റുമതി ചെയ്യുന്നുണ്ട്. കൂടുതലും ചൈനയിലേക്കും അമേരിക്കയിലേക്കുമാണ് കയറ്റുമതി ചെയ്യുന്നത്. ബ്രസീലിലെ ജനങ്ങൾ നല്ല ബിസിനസ് സാമർഥ്യമുള്ളവരാണ്. ഭൂരിഭാഗം ആളുകളും ജോലിക്ക് ശ്രമിക്കുന്നതിന് പകരം സ്വന്തമായി ബിസിനസ് തുടങ്ങുകയാണ് ചെയ്യുക. ചെറിയ ചെറിയ ബിസിനസ്സുകൾ ധാരാളമുണ്ട്. ബ്രസീലിൽ 3 കോടിയോളം ചെറുകിട ബിസിനസ്സുകാരുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുകയും സ്വന്തമായി ജീവിതം കരുപ്പിടിപ്പിക്കുകയും ചെയ്യുവാൻ ബ്രസീലുകാർക്ക് പ്രത്യേകമായൊരു സാമർഥ്യമാണ്. അവർക്ക് ബഹുരാഷ്ട്ര കമ്പനികളിൽ ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇന്ത്യക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് ബ്രസീലിലെ ആളുകൾക്ക്. എല്ലാവരും കച്ചവടക്കാരാണ്. എല്ലാവരും സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നതാണ് അവർക്കിഷ്ടം. ബ്രസീലിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് കുറ്റകൃത്യങ്ങളുടെ
നിരക്കാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളുള്ള ഒരു രാജ്യമാണ് ബ്രസീൽ. പോക്കറ്റടിയും മോഷണവും കൊലപാതകവും സർവ്വസാധാരണമാണ്. ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ധാരാളമായി ഉണ്ട്. ഹോട്ടൽ മുറിയിൽ അതിക്രമിച്ച് കയറി തോക്കേന്തിയ കൊള്ളക്കാർ ടൂറിസ്റ്റുകളെ കൊള്ളയടിക്കുന്നതും തട്ടിക്കൊണ്ടുപോകുന്നതും സാധാരണമാണ്. റോഡിൽ കൂടി നടന്നു പോകുന്നതും ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും സുരക്ഷിതമല്ല. ATMിൽ നിന്ന് കാശെടുക്കുവാനും പറ്റുകയില്ല. ബ്രസീലിലെ സമ്പന്നർ എപ്പോഴും ഒരു ബോഡി ഗാർഡിൻ്റെ കൂടെയാണ് സഞ്ചരിക്കുക. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വടക്കൻ അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലും പൊതുവെ കുറ്റകൃത്യങ്ങൾ കൂടുതലായതുകൊണ്ട് ആ ഭാഗത്തുള്ള ആളുകൾക്ക് ബ്രസീലിൽ പോകുവാൻ വലിയ പ്രയാസമുണ്ടാകില്ല. പക്ഷേ ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ സുരക്ഷിതമായ ഒരു രാജ്യമല്ല ബ്രസീൽ. കാരണം ഇത്രയധികം കുറ്റകൃത്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല.